മൂത്തെ തൊപ്പി ഇഷ്യൂ ഇന്നലെ വരെ സത്യം പറയാലോ ഷമീറിന്റെ ലൈവ് കാണുന്നതിന് മുന്നേ വരെ എനിക്ക് തൊപ്പിയോട് കുറച്ചൊക്കെ ഇതുണ്ടായിരുന്നു. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. പക്ഷെ ഇന്നലെ തോട് കൂടി കഴിഞ്ഞിട്ട് ഉള്ളത് പറയാലോ കൂട്ടുകാര് ഫ്രണ്ട്സിന്റെ ആൾക്കാരെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ആൾക്കാരും എന്താ ജയ്സ ഇത്? എന്താണ് ഇവനൊക്കെ ചെയ്യണത്? എടാ നിനക്ക് തലയ്ക്ക് വെളിവില്ലേ? കമന്റ് ഒക്കെ അടിക്കുന്ന ആൾക്കാരുണ്ട് മനസ്സിലായി. പക്ഷെ ഇത് ഭയങ്കര ബ്രൂട്ടൽ കമന്റ് അടിയാണ്. മനുഷ്യന്റെ ഓരോ ഗതികേടേ കഷ്ടം ഉണ്ടായിരുന്നു ഇവിടെ ഭാഗത്തൊരു ഇതുണ്ടാ കാണും ഇല്ല ഒരു ശരി കാണും എന്നുള്ളത് നമുക്കൊരു തോന്നുന്നുണ്ടായിരുന്നു. പക്ഷെ ഇന്നോട്ട് നിർത്തും മാമ എന്നെ ആപ്പിലാക്കാതെ അനന്തന് എത്രയും പെട്ടെന്ന് ഒന്ന് സ്ഥലം വിടണം. പക്ഷെ നമുക്കൊരു അവരുടെ കൂട്ടുകാരല്ലേ എന്ന് വിചാരിച്ച ഒരു ഇതുണ്ടായിരുന്നു മനസ്സിലായോ. പക്ഷെ ഇനി ഒരാളുടെ ഭാഗത്തല്ലേ ഞാൻ വിചാരിച്ച പോലെ അല്ല നീ അതൊക്കെ മേലെ എനിക്ക് ഞാറുടെ ഭാഗത്ത് താല്പര്യം എനിക്ക് സംസാരിക്കാൻ താല്പര്യം ഒന്നും താല്പര്യം ഉള്ളത് പറയാം. നീ എന്നെ പറയുന്നില്ലേ? നിന്റെ കയ്യിലിരിപ്പതായിരുന്നല്ലോ. അതന്നത്തെ ചോരത്തിളപ്പിന് ഇതിലൊന്നും തലയിടാതെ എനിക്ക് വഴി കുടുംബവും മുന്നോക്കെ ആയിട്ട് നമ്മ മര്യാദയ്ക്ക് ജീവിച്ചു പോകണം. നമ്മ അങ്ങ് പോട്ടെ മനസ്സിലായി. വളരെ മാന്യമായ രീതിയിൽ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. താനുമായി ബന്ധമുണ്ടെന്നോ മറ്റോ പോലീസുകാർ അറിഞ്ഞാൽ എന്റെ ഭാവി അതോടെ അവതാളത്തിലാവും. എനിക്ക് പോകാൻ അല്പം ധൃതിയുണ്ട്.